Hello, good afternoon. Good afternoon, Miss. Good afternoon. Okay, ready ആണോ എല്ലാവരും? റെഡി ആയോ? സൗണ്ട് ഒക്കെ ശരിയാണോ? സൗണ്ട് ഒക്കെ ഓക്കെ അല്ലേ? ഓക്കെ. ഇന്ന് നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നേക്കണേ, മിക്സഡ് ആയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ചെയ്തു തുടങ്ങാം. ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ കയ്യില്? ഓക്കെ, ഉണ്ട്. അപ്പൊ അതെ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കഴിഞ്ഞ ദിവസത്തൊന്നും പെൻഡിങ് ഒന്നും ഇല്ലല്ലോ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാനുള്ളത്? മിസ്സേ കഴിഞ്ഞ ദിവസത്തെ 10ാമത്തെ പറഞ്ഞുതരുമോ? കഴിഞ്ഞ ദിവസത്തെയാ? അതിലൊരു 7 വരെ മിസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളൂ, അതിലൊരു 10ാമത്തെ കിട്ടിയില്ലോ എന്ന് പറഞ്ഞുതരുമോ? 7 വരെ, അതാ ഞാൻ ചോദിച്ചത്. കഴിഞ്ഞ ദിവസത്തെ ബാക്കി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. 8 മുതൽ ചെയ്യാനുണ്ട്. അയ്യോ, ഒന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? തീർന്നു വിചാരിച്ചു, വേറെ ബുക്കാണല്ലോ. ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ പറയാമോ? ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം 4n-5 എങ്കിൽ പൊതുവ്യത്യാസം. ഒന്ന് പതുക്കെ പറയും. ഞാൻ ക്വസ്റ്റ്യൻ ബുക്ക് കൊണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു തീർന്ന. ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം എത്രയാന്നാ പറഞ്ഞ? 4n-5. 4n-5 ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താ? പൊതുവ്യത്യാസം. എത്രയാണ് പൊതുവ്യത്യാസം കിട്ടിയത്? 4. കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനത്തെ കണക്ക് ചെയ്തിരുന്നു. അതായത് ആ ടോപ്പിക് കൊണ്ടുവന്നപ്പോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നേരത്തെയും വന്നിട്ടുണ്ട്. ബാക്കിയുള്ള 3 നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ട് പറഞ്ഞതാണ്. 4n-5 നമ്മള് തന്നിരിക്കുന്ന n-ാം പദമാണ് തരുന്നതെങ്കിൽ, nth ടേം തരുമ്പോ ഇല്ലേ, ആ n-ന്റെ കോഎഫിഷ്യന്റ് പറഞ്ഞിരുന്നു ഞാൻ അത് ക്ലാസ്സില്. n-ന്റെ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഗുണോത്തരം എന്ന് പറയും മലയാളത്തില്. n-ന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യ, അതിനെ നമ്മൾ ഗുണോത്തരം എന്ന് വിളിക്കുക. അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതൂലേ, 2n² എന്ന് എഴുതാണെങ്കിൽ ഇത് പവർ, കൃത്യംഗം, എക്സ്പോണന്റ് എന്ന് വിളിക്കും. ഇതിനെ ഗുണോത്തരം, കോഎഫിഷ്യന്റ് എന്ന് വിളിക്കും. അപ്പൊ ആ n-ന്റെ അടുത്ത് കിടക്കുന്ന കോഎഫിഷ്യന്റ് ഏതാണോ അതായിരിക്കും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ d എന്ന് പറയുന്നത് എത്രയാണ്? d എന്ന് പറയുന്നത് ഏതായിരിക്കും? അപ്പൊ 4. പൊതുവ്യത്യാസം 4 ആണ്. അതാണ് എത്രാമത്തെ? 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആൻസർ. 7ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 4 ആണ്. കിട്ടിയോ? ഓക്കെ, ഇനി അടുത്ത എത്രയാ? 8ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ പറഞ്ഞൊന്ന് വേഗം. അല്ല, ബാക്കിയുള്ളതൊക്കെ പറഞ്ഞതാണോ? 3 ബാക്കിയുണ്ടെന്ന് പറഞ്ഞേ. എന്റെ കയ്യിൽ ക്വസ്റ്റ്യൻ ഇല്ല. ക്വസ്റ്റ്യനെ ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം n² + 3n ആണെങ്കിൽ ശ്രേണി. സിമ്പിൾ. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ഇല്ലേ തുകയുടെ ബീജഗണിതമാണ് തന്നേക്കണേ. അതായത് സമ്മിന്റെ
ആൾജിബ്രയാണ് തന്നേക്കണേ, സം. അതായത് എത്ര സംഖ്യ വീതങ്ങൾ കൂട്ടി പോകുമ്പോ ആ തുക വരുന്നതിന്റെ ബീജഗണിത രൂപമാണ് നമുക്ക് തന്നേക്കണം, അല്ലാണ്ട് ശ്രേണിയുടെ ബീജഗണിത രൂപം അല്ല. അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്ര അല്ല തന്നിരിക്കുന്നത്, സം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മിന്റെ ആൾജിബ്രയാണ് നമുക്ക് തന്നേക്കണേ. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദാറ്റ് അരിത്തമെറ്റിക് സീക്വൻസ്? ആ സമാന്തര ശ്രേണി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രേണി രൂപീകരിക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? എന്നിന്റെ സ്ഥാനത്തൊക്കെ 1, 2, 3 കൊടുത്തൊക്കെ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുക്കാം. ആദ്യത്തെ ടേം കാണാൻ ഒന്നാമത്തെ പദം 1 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 1. അപ്പൊ 1ന്റെ സ്ക്വയർ നമുക്കറിയാം 1 തന്നെയാണ്, പ്ലസ് 3 ഇൻറ്റു 1 3 തന്നെയാണ്. അപ്പൊ ആദ്യത്തെ പദം കിട്ടി. ആദ്യത്തെ പദത്തിൽ കിട്ടിയ 4. ഓക്കെ ആണോ? 4. അതായത് നമ്മൾ എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുത്തു. ഇനി 2 കൊടുക്കുമ്പോ കിട്ടുന്നത് രണ്ടാമത്തെ ടേം അല്ല. എന്താ കാരണം? അവരെന്താ പറഞ്ഞേക്കണേ? 2 കൊടുക്കുമ്പോ നമ്മൾ സാധാരണ സമാന്തര ശ്രേണിയാണ് രൂപീകരിക്കുന്നതെങ്കിൽ 2-3 കണക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ചെയ്തു. നമ്മൾ ചെയ്യുമ്പോൾ 2 കൊടുക്കുമ്പോ കിട്ടുന്നത് രണ്ടാമത്തെ പദം. അത് അതിനു മുമ്പ് ഏതില്? സമാന്തര ശ്രേണിയുടെ ബീജഗണിതമാണ് തരുന്നതെങ്കിൽ, അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രയാണ് തരുന്നതെങ്കിൽ 1 കൊടുത്താൽ ഒന്നാമതും കിട്ടും, 2 കൊടുത്താൽ രണ്ടാമതും കിട്ടും, 3 കൊടുത്താൽ മൂന്നാമതും കിട്ടും. ഇവിടെ തന്നിരിക്കുന്നത് ആൾജിബ്രയാണ് തന്നിരിക്കുന്നത്, പക്ഷെ സമ്മിന്റെ ആൾജിബ്രയാണ്, തുകയുടെ. ഈ ശ്രേണി ഇങ്ങനെ കൂട്ടി പോകുമ്പോ ഉള്ള തുകയുടെ ശ്രേണി ആൾജിബ്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഏത്? n² + 3n. അപ്പൊ നമുക്ക് എന്നിന്റെ സ്ഥാനത്ത് ആദ്യത്തെ സംഖ്യയുടെ കൂടെ വേറെ തുകയൊന്നും കൂടി ഇല്ല. ഒന്നാമത്തെ സംഖ്യയിൽ ആ സംഖ്യ മാത്രമേ പെടുന്നുള്ളൂ. രണ്ടാമത്തെ സംഖ്യയിൽ എന്ത് പെടും എന്നറിയാമോ? ഒന്നാമത്തെ സംഖ്യ പ്ലസ് രണ്ടാമത്തെ സംഖ്യ കൂടി പെടും. അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങള്. അല്ലെ? തുക എന്ന് പറയുമ്പോ അങ്ങനെയല്ലേ വരണ്ടേ? 2 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒന്നാമത്തെ പദം പ്ലസ് രണ്ടാമത്തെ പദം, അല്ലാണ്ട് രണ്ടാം പദം മാത്രമായിട്ടല്ല കിട്ടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ഇതേപോലെ തന്നെ 2 കൊടുത്ത് ചെയ്യാം. 2 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2. 2ന്റെ സ്ക്വയർ എത്രയാ? 4 ആണ്. 4 + 6 എത്ര കിട്ടും? 4 + 6 10. അപ്പൊ 10 കിട്ടി. 10 എന്ന് പറയുന്നത് എന്തല്ല? അപ്പൊ നമുക്ക് ആദ്യത്തെ പദം കിട്ടിയത് 4 ആണ്. ആദ്യത്തെ പദം കിട്ടിയത് 4, T1 എന്ന് പറയുന്ന x1 എന്ന് പറയുന്ന 4 കിട്ടി. രണ്ടാമത് 2 കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10 ആണ്. പക്ഷെ ഈ 10 എന്ന് പറയുന്നത് രണ്ടാമത്തെ പദമല്ല, രണ്ടാമത്തെ പദത്തിനോടൊപ്പം ഒന്നാമത്തെ പദം കൂടി കൂടിക്കഴിഞ്ഞ് കിട്ടിയേക്കുന്നതാണ് ഈ 10. അല്ലെ? അപ്പൊ നമുക്ക് രണ്ടാം പദം കണ്ടുപിടിക്കാലോ. അങ്ങനെയാണെങ്കിൽ രണ്ടാം പദം എത്രയായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഈ 2 എന്ന് പറയുന്നത് 10 - 4 അല്ലെ? എത്ര കിട്ടും? 6. അപ്പൊ 6 ആണ് രണ്ടാം പദം. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന്. ഓൾറെഡി അവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്ലൂ ഉണ്ട്. ഇതൊരു സമാന്തര ശ്രേണിയാണ്. അപ്പൊ 4, 2, 4, 6 അടുത്ത പദം ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഏതാണ്? 8. ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. 4, 6, 8. ഇനി 3 കൊടുത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 3 കൊടുത്താൽ കിട്ടുന്നത് എന്തായിരിക്കും എന്നറിയോ? ഒന്നാമതും രണ്ടാമതും മൂന്നാമതും കൂടി കൂട്ടുന്നതായിരിക്കും. അപ്പൊ തുകയുടെ ശ്രേണി വരുമ്പോ നമുക്ക് ഓൾജിബ്ര തരുമ്പോ തുകയുടെ ആണെങ്കിൽ സമ്മിന്റെ ഓൾജിബ്രയാണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? 1 കൊടുത്ത് ഒന്നാമതം കണ്ടുപിടിക്കുക. 2 കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്നത് ഇറ്റ്സ് നോട്ട് ദ സെക്കൻഡ് ടേം, അത് രണ്ടാം പദമല്ല, ഒന്നാമത്തെ പദവും രണ്ടാമത്തെ പദവും കൂട്ടിയിട്ടുള്ള സംഖ്യയാണ് നമുക്ക് കിട്ടണേ. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ആ രണ്ടാം പദം വേർതിരിച്ചെടുക്കണം. ഒന്നാമത്തെ പദം അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതിയാ കിട്ടിയേക്കണം ആൻസർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ദാറ്റ് മീൻസ് 4, 6, 8 ഇതാണ് സമാന്തര ശ്രേണി. ഓക്കെ, ക്ലിയർ ആണല്ലോ? എക്കോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും മ്യൂട്ട് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ആരോ മ്യൂട്ട് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പൊ എക്കോ ഉണ്ടെന്ന് അവിടെ കമന്റ് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വേഗം പറഞ്ഞേ. ക്വസ്റ്റ്യൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നില്ല. എന്റെ ഈ കയ്യിലുള്ള ബുക്കില് പുതിയ ഒന്നാം പദം 3, പൊതുവ്യത്യാസം 1/3 എങ്കിൽ എന്നാം പദം? ഓക്കെ, ഒന്നാം പദം 3, പൊതുവ്യത്യാസം 1/3 ആണോ? അതെ. അപ്പൊ ഇനി എന്ത് കണ്ടുപിടിക്കണം? എന്നാം പദം n കണ്ടുപിടിക്കണം. n കാണുന്ന എങ്ങനെയാന്ന് നമ്മൾ പറഞ്ഞത്? a + n - 1 ഇവിടെ a എന്ന് പറയുന്നത് ഒന്നാം പദമാണ്, അത് 3 പ്ലസ് എന്നാം പദം എന്ന് പറയുമ്പോൾ നമുക്ക് എന്നിന്റെ സ്ഥാനത്ത് സംഖ്യ കൊടുക്കണ്ട, n - 1 എന്ന് തന്നെ ബ്രാക്കറ്റിൽ കൊടുക്കാം. d കോമൺ ഡിഫറൻസ് ആണ്, അത് നമുക്ക് തന്നിട്ടുണ്ട് 1/3 തന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. 3 പ്ലസ് അങ്ങനെ തന്നെ ഇറക്കി എഴുതണം. 1/3 ഈ ബ്രാക്കറ്റ് കൊണ്ട് മൊത്തം അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1/3 n - 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1/3 ഇൻറ്റു n വരുമ്പോ എന്ത് വരും? 1/3 n വരും. ഓക്കെ, മൈനസ് 1 ഇൻറ്റു -1 ഇൻറ്റു 1/3. അപ്പൊ അവിടെ എന്ത് വരും? 1/3 തന്നെ വരും. ഓക്കെ, 1/3. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത്
1/3 n അത് n ചേർന്ന പദമാണ്. അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതണം, അതിൽ മാറ്റമൊന്നും വരില്ല. അതിനെ നമ്മൾ ഇനി ഒന്നും ചെയ്യണ്ട. 1/3 n അല്ലെങ്കിൽ n/3 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. 1/3 n പ്ലസ് പിന്നെ എന്തും കൂടി എഴുതണം, അതിന്റെ കൂടെ എന്താ ഉള്ളത്, 3 മൈനസ് 1/3 ആണ്. 3 1/3 കുറയ്ക്കണം. 3 1/3 കുറച്ചാൽ ബാക്കി എത്രയുണ്ട്, 3 മൈനസ്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് 1/3 n പ്ലസ് 8/3 പ്ലസ് 8/3 3യിൽ നിന്ന് 1/3 മൈനസ് ചെയ്യണം. നമ്മൾ സാധാരണ എങ്ങനെ ഒരു ഫ്രാക്ഷനിൽ നിന്ന് ഒരു ഹോൾ നമ്പറിൽ നിന്നൊക്കെ കുറയ്ക്കണേ, ഇതില് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യാം. 3 × 3 9 -3 അപ്പൊ എത്രയാണ്, 8/3 എന്ന് കിട്ടും അല്ലെ, 8/3. അപ്പൊ 1/3 n പ്ലസ് 8/3. പക്ഷെ 8/3 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ല. നമുക്ക് തന്നത് 1/3 n 2/3 പ്ലസ് 1/3 n 1/3 n മൈനസ് 2/3 നൺ. ഇവയാണ് തന്നേക്കണേ. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരാം? 8/3 ഒന്നും കൂടി മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റി ഇംപ്രോപ്പർ ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്താ വരാ, 2/3 അല്ലെ, 2/3. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. പക്ഷെ അത് തിരിച്ചും തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടെ തന്നേക്കുന്ന ആൻസറിൽ 2/3 പ്ലസ് 1/3 എന്നതാണ്. ഇത് ആദ്യം, അതായത് 2/3 ആദ്യം എഴുതി പ്ലസ് 1/3 എന്നുള്ളത് രണ്ടാമത് എഴുതി. അതാണ് കറക്റ്റ് ആൻസർ. അല്ലാതെ നമ്മുടെ ഓപ്ഷനിൽ ആൻസർ ഇല്ല. പിന്നെ കിടക്കുന്നത് മൈനസ് ആണ്. മൈനസ് അല്ല ആൻസർ, പ്ലസ് തന്നെയാണ്. 3ൽ നിന്ന് 1/3 കുറച്ചപ്പോ 8/3 ആണ് കിട്ടുക. 8/3 നമ്മൾ വീണ്ടും ഒന്നുകൂടി, അത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് അതിനെ അങ്ങനെ ഒരു ആൻസർ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ ചേഞ്ച് ചെയ്ത് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് 2/3 എന്ന് കിട്ടും. സോ ദിസ് വൺ ഇസ് ദ ആൻസർ. ഇതാണ് 1/3 n പ്ലസ് 2/3. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ 2/3 പ്ലസ് 1/3 എന്നാണ്. അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടാമത്തെ ഓപ്ഷനിലെ ആൻസർ ആണ് കേട്ടോ ശരി. ഇപ്പൊ ശരിയായോ? തീർന്നോ? തന്നിരുന്ന ക്വസ്റ്റ്യൻസ് തീർന്നില്ലേ? ഹോംവർക്ക് വേറെ പിന്നെ വേറെ ഉണ്ടായിരുന്നു. ഓക്കെ, അത് വേറെ വന്നതാന്ന് തോന്നുന്നു. പറയും അതേതായിരുന്നു, അത് ചിലപ്പോ എവിടെ ഉണ്ടാവും ക്വസ്റ്റ്യൻ. നോക്കട്ടെ. പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോ. എടുത്തു വരുമ്പോ 2, 5, 10 -26. ഓക്കെ, അതിൽ വിട്ടുപോയ ഒരു സംഖ്യ പോയിട്ടുണ്ട് അല്ലെ. ഇവിടെ ഒരു സംഖ്യ വിട്ടിട്ട് 10 എഴുതി. സോ വാട്ട് ഈസ് ദ മിസ്സിംഗ് നമ്പർ? ഏതായിരുന്നു മിസ്സിംഗ് നമ്പർ? 17. 17. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ 17? 17 കറക്റ്റ് ആൻസർ ആണ്. എങ്ങനെയാ 17 കിട്ടുക? കിട്ടിയില്ല? എത്ര കിട്ടിയേക്കണം നോക്ക്. ഇത് നോക്കിയാൽ 3 കൂട്ടി അല്ലേ, 2 5 10 ആയിരുന്നല്ലേ, സോറി 2 5 10, 26 അങ്ങനെയാ വന്നത്. ഇവിടെ എത്ര കൂട്ടി? 3 കൂട്ടി അല്ലേ. ഇവിടെ 5 കൂട്ടി. ഇനി അടുത്തത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി, അതായത് നമ്മളുടെ ഒറ്റ സംഖ്യ അതേ ഇങ്ങനെ കൂട്ടി 3 കൂട്ടി 5 കൂട്ടി 7 കൂട്ടി. അപ്പൊ ഇവിടെ 17. 10ന്റെ കൂടെ 7 കൂട്ടി 17 ആണ് ആൻസർ വരെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളാകാവുന്ന അളവുകളാണോ ചോദിച്ചേക്കണേ? ആൻസർ എന്താ കിട്ടിയത്? ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. 10, 8, 6 ആണോ, 9, 6, 5 ആണോ, 5, 8, 9 ആണ്. ഏതാണ് റൂള് നിങ്ങൾ എടുത്തത് അതിനു വേണ്ടി? അതെങ്ങനെയാ 10, 8, 6 എന്ന് പറഞ്ഞത്? അതന്നെ, പൈതഗോറസ് തിയറമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. അതായത് തന്നിരിക്കുന്ന മെഷേഴ്സ് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ മെഷേഴ്സ് ആണോ, അളവുകളാണോ എന്ന് ചെക്ക് ചെയ്യാൻ അത് പൈതഗോറസ് ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടാ. തന്നിരിക്കുന്ന വശങ്ങളുടെ അളവുകൾ നോക്കുക. ആ തന്നിരിക്കുന്ന അളവുകൾ ഒരു മട്ടത്രികോണത്തിൻ്റെതാണെങ്കിൽ ആകണമെങ്കിൽ അതിന് പൈതഗോറസ് ട്രിപ്ലറ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഫുൾഫിൽ ചെയ്യേണ്ടത്. എന്താ അത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആകണ്ടോ എന്ന് നോക്കുക തന്നിരിക്കുന്ന അളവുകൾ വെച്ചിട്ട്. എന്നാൽ മാത്രമേ രണ്ട് സൈഡും ഈക്വൽ ആയാൽ മാത്രമേ h² എന്ന് പറഞ്ഞിരിക്കുന്ന സൈഡും അപ്പുറത്ത് b² + a² എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആകണം. LHS = RHS എന്നൊക്കെ പറയുന്ന പോലെ ഇടതുവശവും വലതുവശവും ഒരുപോലെ ആയാൽ മാത്രമേ
ആ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആകുള്ളൂ. എന്നാൽ മാത്രമേ അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആകുള്ളൂ. ഇനി ഒരു ത്രികോണമാണോ എന്ന് പരിശോധിക്കുന്ന വേറൊരു ഐഡിയ ഉണ്ട് അല്ലെ. അതെങ്ങനെയാ? ത്രികോണമാണോ എന്ന് ത്രികോണത്തിന് വരയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ചെറിയ വശങ്ങളുടെ തുക ചെറിയ വശങ്ങളുടെ തുക ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ് അല്ലെ. മൂന്നാമത്തെ വശത്തേക്കാൾ വലുതായിരിക്കണം. ഇപ്പൊ 3, 4, 5 അങ്ങനെ വന്നു. 3, 4, 5 മൂന്ന് വശങ്ങള്. ഇത് വെച്ച് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ, ത്രികോണം വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ 2 വശം 3ഉം 4ഉം ആണ്. 3, 4 കൂട്ടി കഴിഞ്ഞാൽ 7 കിട്ടും. 7 ഈസ് ഗ്രേറ്റർ ദാൻ 5 അല്ലെ. മൂന്നാമത്തെ വശമായ 5 നമ്മൾ എടുത്തിട്ടില്ല. 5നേക്കാൾ വലിയ സംഖ്യ തന്നെയാണ് കിട്ടിയേക്കണേ. അതുകൊണ്ട് വരയ്ക്കാൻ പറ്റും. എന്നാൽ അതിനേക്കാൾ ചെറിയ സംഖ്യയാണ് കിട്ടുന്നതെങ്കിലോ, ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ, ആ രണ്ട് ഉത്തരവും ഒരുപോലെയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ വരയ്ക്കാൻ പറ്റില്ല എന്നാണ്. ത്രികോണം വരയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ത്രികോണത്തിന്റെ അളവുകളാകാൻ സാധ്യമല്ല എന്നുള്ളത്. ഇത് മട്ടത്രികോണാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ നിങ്ങൾ പരിശോധിക്കണം മട്ടത്രികോണത്തിന്റെ അളവുകളാകാൻ പറ്റുമെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഓപ്ഷനിൽ നിന്ന് തന്നെ എടുത്ത് നോക്കേണ്ടി വരും. തന്നിരിക്കുന്ന 10, 8, 6 ആദ്യത്തെ ചോയ്സ് തന്നിരിക്കുന്നത് അതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം എടുത്ത് ചെയ്ത് നോക്കേണ്ടി വരും കേട്ടോ, അല്ലാണ്ട് കിട്ടില്ല. അപ്പൊ നമുക്ക് അതിനകത്ത് ഹൈപ്പോട്ടന്യൂസ്, ബേസ്, ആൾട്ടിറ്റ്യൂഡ് ഒന്നും അവർ പറഞ്ഞല്ലോ, വെറുതെ 3 വശം ഒന്നുമല്ലോ. സോ വിച്ച് സൈഡ് വിൽ ബി ദ ഹൈപ്പോട്ടന്യൂസ്? ഏതായിരിക്കും അതിനകത്ത് കർണം എന്ന് പറയുന്നത്? ലോങ്സ്റ്റ് സൈഡ് ആണ്. ഏറ്റവും നീളം കൂടിയ വശമാണ്. അപ്പൊ ഇവിടെ 10 ആണ് നമ്മൾ ഇവിടെ ഹൈപ്പോട്ടന്യൂസിന്റെ അടുത്ത് എടുക്കണ്ടേ. 10² ഈക്വൽ ടു മറ്റേത് രണ്ടും മാറിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 8² പ്ലസ് 6² 10ന്റെ സ്ക്വയർ എത്രയാ? 100. 100 ഈക്വൽ ടു 8ന്റെ സ്ക്വയറോ 64. 64 and 36 64, 36 കൂട്ടിയാൽ എത്രയാണ്? 100 ആണ്. ഇപ്പുറത്തും 100 തന്നെയാണ് അല്ലെ. ഇതും 100, ഇത് ടോട്ടൽ ചെയ്താൽ അതും 100 ആണ്. സോ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇത് ഒരു മട്ടത്രികോണത്തിന്റെ അളവ് ആദ്യത്തെ തന്നെ നമ്മൾ ചൂസ് ചെയ്തു. 10, 8, 6. അപ്പൊ എന്ന് വെച്ചാൽ മറ്റേതൊന്നും ആവില്ല എന്നായിരിക്കണം, അല്ലെങ്കിൽ എല്ലാം തന്നെ ആവുന്നുണ്ടോ നോക്കിയാൽ നിങ്ങൾ വേണമെങ്കിൽ നമുക്ക് അടുത്തത് കൂടി ഒന്ന് പരിശോധിക്കാം. 9 ആണ് അതിനകത്ത് ഏറ്റവും നീളം കൂടിയ വശം. 9² ഈക്വൽ ടു 6² പ്ലസ് 5² അല്ലെ. അപ്പൊ 9ന്റെ സ്ക്വയർ നമുക്കറിയാം 81 ആണ്, 81. 6ന്റെ സ്ക്വയർ 36 പ്ലസ് 5ന്റെ സ്ക്വയർ 25. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടാ? ഇവിടെ 81 കിട്ടും. 61. 2 ഈക്വൽ അല്ലല്ലോ അല്ലെ. രണ്ടും ഈക്വൽ അല്ല. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ അല്ലെ. 81 ഈസ് നോട്ട് ഈക്വൽ ടു 61. സോ അതൊരു മട്ടത്രികോണത്തിന്റെ അളവുകൾ ആകില്ല എന്നാണ് കേട്ടോ. അപ്പൊ അത് അങ്ങനെയാണ് പരിശോധിക്കേണ്ടത്. ഇനി ഉണ്ടോ ക്വസ്റ്റ്യൻ? അടുത്തത് ഉണ്ടോ? 65 minus 5 plus 8 into 4 minus 2 minus 1. 65 minus 5 60 അത് ബോത്ത് മാസ് ഉപയോഗിക്കേണ്ടതാണ്. 5 into 7 പ്ലസ് ബ്രാക്കറ്റില് 8 into 4 minus 2 minus 1 അല്ലേ അല്ലേ? -1 ആണ് അവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ഉത്തരം കിട്ടിയത്? 59. 59 കറക്റ്റ് ആണ്. 59 കറക്റ്റ് ആൻസർ ആണ്. കിട്ടാത്തവരുണ്ടോ? ബ്രാക്കറ്റ് ആദ്യം ചെയ്യാം. 65 മൈനസ് 5 ഇവിടെ ഉണ്ട്. പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല, കാരണം മൈനസിന് തൊട്ട് മുന്നില് പുറത്ത് ബ്രാക്കറ്റിന്റെ പുറത്ത് ഇവിടെ ഒരു സാധനം കിടക്കുന്നുണ്ട്. 35 കിട്ടണം. 7 into 5 സോറി 5 into 7 മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, ദെൻ ഓൺലി സബ്സ്ട്രാക്ഷൻ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 65 into 5 കുറയ്ക്കാൻ പാടില്ല, അതിന് മുമ്പ് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പൊ 65 അങ്ങനെ തന്നെ ഇറക്കി എഴുതണം. ഓക്കെ, മൈനസ് 7 5 35 എഴുതാം. അത് ബ്രാക്കറ്റിന്റെ പുറത്ത് ബ്രാക്കറ്റിനെ ബാധിക്കാത്തത് കൊണ്ട് അത് ആദ്യം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ബ്രാക്കറ്റിനുള്ളിലുള്ളത് നമുക്ക് ചെയ്യാം. എത്രയാണ്? 8 into 2 8 into 2 എത്രയാ? 8 into 2 32 അല്ലെ. സോറി 8 into 4 32. 8 into 4 32 മൈനസ് ഈ രണ്ടും മൈനസ് ചെയ്യാനുള്ളത്, ഒന്നും മൈനസ് ചെയ്യാനുള്ളത്. അപ്പൊ മൊത്തം 2 1 കൂടി കൂട്ടി മൊത്തം 3 നമുക്ക് മൈനസ് ചെയ്യാം. ഓക്കെ, 32 -3 ആണ്. ഇനി 65 മൈനസ് 35 അവിടെ ഇനി വേറെ ഒന്നും ക്രിയൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബ്രാക്കറ്റിന്റെ പുറത്തല്ലേ കിടക്കണം, ബ്രാക്കറ്റിനെ ബാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് അത് അങ്ങനെ എടുത്ത് എഴുതാം. ഏതാണ് ഉത്തരം കിട്ടുക? 65 35 പോയി കഴിഞ്ഞാൽ 30 പ്ലസ് ഇവിടെയോ 29 32 3 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 29 59 ആണ് ആൻസർ വരിക. 59 30 പ്ലസ് 29 59. ഇനിയുണ്ടോ? ഉണ്ട്. 10 3/4 പ്ലസ് 2 3/5 ഓക്കെ 10 3/4
പ്ലസ് 2/3/5 മൈനസ് 5/1/10 അല്ലേ? എത്രയാണ് ആൻസർ കിട്ടിയത്? 8/1/4. 8/1/4. ഓക്കെ, 8/1/4. പറഞ്ഞുതരാം. നോക്കുക, ഇത് ആദ്യം തന്നെ ഇതെല്ലാം മിക്സഡ് ഫ്രാക്ഷൻ ആണെന്ന് ഓർക്കുക. ഇതെല്ലാം മിക്സഡ് ആണ്. മിക്സഡ് ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഇങ്ങനെ വെച്ച് നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളൊന്നും അതിനൊന്നും മിശ്ര ഭിന്നത്തിനെ മാറ്റി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക. എന്താക്കണം? ഇംപ്രോപ്പർ വിഷമ ഭിന്നത്തിലേക്ക് ആക്കണം. എങ്ങനെ വിഷമ ഭിന്നാക്കണത്? ഇങ്ങനെ ഇത് ഗുണിക്കുക, മുകളിലുള്ളത് കൂട്ടുക. മനസ്സിലായോ? 10 × 4 40, 43 43/4. ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എടുത്ത് എഴുതണം. അത് 43/4 ആയി. അതേപോലെ അടുത്തത് വരുമ്പോ എന്ത് വരും? 2 × 5 10. 10ന്റെ 13/5 വരും. ഓക്കെ, ഇനി മൈനസ് അടുത്തതോ 50/10 നോക്കാം. അപ്പൊ നോക്കിയേ, ഇവിടെ എല്ലാം ഡിനോമിനേറ്ററുകളൊക്കെ വ്യത്യാസമുണ്ട്. 43/4 പ്ലസ് 13/5 മൈനസ് 51/10. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഡിനോമിനേറ്റർ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് വെച്ചാൽ മുകളിലുള്ളതെല്ലാം കൂട്ടുകയോ കുറയ്ക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ ഡിനോമിനേറ്ററും സെയിം ആക്കണം. ഛേദങ്ങളൊക്കെ ഒരുപോലെ ആക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള ക്രിയകൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ ഈ 4നെയും 5നെയും 10നെയും കോമൺ ആയിട്ട് ഏത് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കുക. ഏത് ഛേദത്തിലേക്ക്? കുറഞ്ഞല്ല, കൂടിയാണ് പോകുള്ളൂ. കുറയ്ക്കാൻ പറ്റില്ല, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു മൾട്ടിപ്ലൈ. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ എന്താ പറയാ ഗുണിച്ചിട്ട് അതിനെല്ലാം ഒരേ ഡിനോമിനേറ്ററിലേക്ക്, അതായത് നമ്മൾ അതിനെ പറയും LCM എന്ന് പറയും അല്ലെ, LCMലേക്ക് കൊണ്ടുവരാം. എല്ലാത്തിനും കോമൺ ആയിട്ട് കൊണ്ടുവരുന്ന ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, എല്ലാത്തിനും പൊതുവായിട്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു പൊതു ഗുണകത്തിലേക്ക് കൊണ്ടുപോകാം അതിനെ. അപ്പൊ ഏത് സംഖ്യയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും? 20ലേക്ക് ആക്കാൻ പറ്റും അല്ലെ? എത്ര കൊണ്ട് ഗുണിക്കണം? ഈ 4നെ 20 ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട്. അടിയിൽ മാത്രം ഗുണിച്ചാൽ പോരാ. ഏത് സംഖ്യ വെച്ചിട്ടാണോ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ദാറ്റ് നമ്പർ ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ഓൾസോ വിത്ത് ദ ന്യൂമറേറ്റർ. അതിനെ അംശം കൊണ്ടും കൂടി ഗുണിച്ചിരിക്കണം, അത് ഉറപ്പാണ് കേട്ടോ. അപ്പൊ ഇവിടെ 20 ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 5 അല്ലെ? അപ്പൊ 4 കൊണ്ട് 13നെയും ഗുണിക്കണം. അടുത്തത് 10. 10നെ 20 ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. എന്താ എന്തോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ല. ×5 എഴുതിയത് എങ്ങനെയാന്ന് പറയാൻ ചോദിച്ചത്. ×5 അതാ പറഞ്ഞത്. നമ്മള് ഈ തന്നിരിക്കുന്ന അടിയിൽ 4 പിന്നെ 5 പിന്നെ 10 എല്ലാത്തിനും ഡിനോമിനേറ്റർ നോക്കി നിക്കള്. 4 5 10 ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എല്ലാത്തിനെയും ഡിഫറെന്റ് ഡിനോമിനേറ്റർ വെച്ചിട്ട് കണക്കിന്റെ ബാക്കി ഭാഗം ചെയ്യാൻ പറ്റില്ല. കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പാടില്ല. വെൻ ഓൺലി ദ ഡിനോമിനേറ്റേഴ്സ് ആർ സെയിം. ഈ ഛേദങ്ങളെ ഒരുപോലെ ആക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് കൂട്ടലോ കുറയ്ക്കലോ ചെയ്യാൻ പറ്റുള്ളൂ. ഗുണിക്കലാണെങ്കിൽ കുഴപ്പമില്ല, ഡിനോമിനേറ്റർ ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. വെട്ടി ചെറുതാക്കാം, നേരിട്ട് ഗുണിച്ചെഴുതാം, അങ്ങനെയൊക്കെ. പക്ഷെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ, സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ആഡ് ചെയ്യുമ്പോഴും ഇഫ് ദ ഡിനോമിനേറ്റേഴ്സ് ആർ ഡിഫറെന്റ്, അതായത് ഛേദങ്ങള് വ്യത്യാസമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരേപോലെ ആക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്തത്. അപ്പൊ 4 എല്ലാത്തിനെയും 4നെയും 5നെയും 10നെയും കോമൺ ആയിട്ട് ആക്കാൻ പറ്റുന്നത് എന്ത്? 4ലേക്ക് ആക്കാൻ പറ്റില്ല. 5നെ 4ലേക്ക് ആക്കാൻ പറ്റുമോ? 10നെ 4ലേക്ക് ആക്കാൻ പറ്റുമോ? പറ്റില്ല. അല്ലെങ്കിൽ 4നെ 5 ആക്കാൻ പറ്റുമോ? 10നെ 5 ആക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ 4നെ 5 ആക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ 10നെ എന്തിലേക്ക് ആക്കാൻ പറ്റില്ല? നമുക്ക് ഈ കോമൺ ആയിട്ട് എല്ലാത്തിനും ഒരു സംഖ്യയിലേക്ക് ആക്കാൻ പറ്റുന്ന ഏത് സംഖ്യയാണെന്ന് കുറച്ച് നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് നോക്കുക. 20ന്റെ ടേബിളിൽ ഇതെല്ലാം പോകുന്നതാ. 20 4 പോകും 5 പ്രാവശ്യം. അതുകൊണ്ടാണ് അടിയിൽ മുകളിൽ 5 വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ LCM കാണണം. 4, 5, 10 ഇട്ടിട്ട് ഇതിങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യില്ലേ, അതുപോലെ LCM കാണണം. അപ്പൊ സൈഡിൽ വരുന്ന സംഖ്യകൾ ഗുണിച്ചെടുക്കുക, അതായിരിക്കും LCM. എന്നിട്ട് അതാക്കാൻ വേണ്ടി അപ്പോഴും നമ്മൾ ചിന്തിക്കണം. ആ 20 ആക്കാൻ വേണ്ടി നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണമെന്ന് അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പൊ LCM കണ്ടുപിടിക്കാണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നേരിട്ട്. മനസ്സിലായി? അപ്പൊ 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 4 20 ആകുള്ളൂ. 5നെ 4 കൊണ്ട് ഗുണിച്ചാലാണ് അത് 20 ആകുള്ളൂ. 10നെ 2 കൊണ്ട് ഗുണിച്ചാലാണ് അത് 20 ആകുള്ളൂ. അതുകൊണ്ട് ആ ഡിഫറെന്റ് നമ്പേഴ്സ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 43 × 5/20 വരും. 43 × 5 എത്ര ഇട്ടാ? 215. ഓക്കെ, 215.
215/20 എന്ന് കിട്ടും. 215/20 പ്ലസ് 52/20. 52/20. ഓക്കെ, 52/20. അടുത്തത് 102/20. 102/20. അപ്പൊ നോക്കുക, എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ സെയിം ആയി. ഇപ്പൊ ഒക്കെ 20 ആയി. ഇനി നിങ്ങൾക്ക് കൂട്ടാനുള്ളത് കൂട്ടാം, കുറയ്ക്കാനുള്ളത് കുറയ്ക്കാം. 215ന്റെ കൂടെ 52 കൂട്ടാം. 215ന്റെ കൂടെ 52 കൂട്ടി എത്ര കിട്ടും? 260. ഇനി 267ന്ന് എത്ര കുറയ്ക്കണം? 102 കുറയ്ക്കണം. 20 കിട്ടും. 165/20. 165/20. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ 165/20 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. 8/1/4, 4/1/8, 1/4/8, 8/1/20 എന്നാണ്. ദാറ്റ് മീൻസ് തന്നിരിക്കുന്ന സംഖ്യനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ 165/20 നമ്മൾ കൺവേർട്ട് ചെയ്ത് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് എഴുതേണ്ടി വരും. 165/20 പ്രാവശ്യം പോകും. 8 പ്രാവശ്യം. 8 പ്രാവശ്യം 160. ഓക്കെ, ഇനി 5 ഇറക്കി എഴുതി. 5 പോകില്ല. പിന്നെ എത്ര 5 പോകില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ എഴുതണം അല്ലെ? ഈ സംഖ്യകൾ നോക്കുക. പോയിന്റ് ഒന്നും ഉണ്ടാ, കാരണം തന്നിരിക്കുന്നത് മിക്സഡ് ഫ്രാക്ഷൻ. 8 എന്ന് പറയുന്ന ഹോൾ നമ്പർ എടുത്ത് എഴുതാ. റിമൈൻഡർ വന്ന സംഖ്യ 20 കൊണ്ടാണ്. റിമൈൻഡർ വന്ന സംഖ്യ മുകളിൽ എടുത്ത് എഴുതാ. ബൈ ഡിനോമിനേറ്ററിൽ മാറ്റം വരില്ല, അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതാ. 5/20. പക്ഷേ 8/5/20 നമ്മുടെ ഓപ്ഷനിലില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഒന്നുകൂടി ചെറുതാക്കേണ്ടി വരും. കാരണം എന്താ പറയുക, ഈ 5ഉം 20 നമുക്ക് വെട്ടി ചെറുതാക്കാം. 5 5ന്റെ ടേബിളിൽ 1 ടൈം, 5 20ന്റെ ടേബിളിൽ 4 ടൈംസ്. ദാറ്റ് മീൻസ് 8/1/4. അങ്ങനെയാണ് അത് 8/1/4 ആയി മാറിയത്. ക്ലിയർ ആയോ? Okay. ഓക്കെ, അപ്പൊ തീർന്നോ? ഇനി ഉണ്ടോ ക്വസ്റ്റ്യൻ? ഇല്ല, കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം നമുക്ക്. സമയം പോണു. ഞാൻ അത്രയും ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിച്ചില്ല, ഓർത്തില്ല. ഞാൻ വിചാരിച്ച് തീർന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഇപ്പൊ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ 11 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏതാന്നാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഡിവിസിബിൾ ബൈ 11? 82, 94, 62, 7, 34, 95, 714, 75, 46, 743, 97, 43, 62. ഓപ്ഷൻ എ. അപ്പൊ എന്താണ് അത്? എന്ത് ലോജിക് അനുസരിച്ചിട്ടാണ് ഓപ്ഷൻ എ എന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്തത്? ഇടവിട്ടുള്ള സംഖ്യകളുടെ തുക. അതെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ ഓഡ്സ് പ്ലേസ് ആൻഡ് ഇവൻസ് പ്ലേസ് അല്ലെ? അതാണ് അതിന്റെ ഉത്തരം. അതായത് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകളെ 11ന്റെ നിശേഷം ഹരിക്കാൻ പറ്റുന്നതാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രിൻസിപ്പിൾ ഇതാണ്. വേണമെങ്കിൽ അവിടെ എഴുതി വെച്ചോളൂ. അതായത് ഒറ്റ സ്ഥാനത്തും ഇരട്ട സ്ഥാനത്തും കിടക്കുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടുക, ഡിഫറെന്റ് ആയിട്ട് കൂട്ടുകയെന്ന്. അതായത് ഇവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ സംഖ്യ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 82, 94, 62, 7 എന്ന് പറയുന്ന സംഖ്യ. ഒന്നിടവട്ട സംഖ്യ എന്ന് പറയുമ്പോൾ 8, 9, 6, 7. അതും 2, 4, 2 ഇതും. ഇത് രണ്ടും ഡിഫറെന്റ് ആയിട്ട് കൂട്ടണം, വേറെ വേറെ കൂട്ടണം, എന്നിട്ട് അവയുടെ വ്യത്യാസം കാണാം. ദാറ്റ് മീൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് നമ്പേഴ്സ് ഡിജിറ്റ്സ് ഇൻ ദ ഇവൻസ് പ്ലേസ് ആൻഡ് ഓഡ്സ് പ്ലേസ്. അങ്ങനെയാണ് അതിന്റെ ഉത്തരം കേട്ടാ. അതായത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങളും ഇരട്ട സ്ഥാനത്ത് വരുന്ന അക്കങ്ങളും തമ്മിൽ തുക കണ്ടിട്ട് അതിനെ മൈനസ് ചെയ്യുക, അതിന്റെ ഡിഫറൻസ് വ്യത്യാസം കാണുക. അപ്പൊ 8, 9 എത്രയാ? 17. 17ഉം 6ഉം എത്രയാ? 23. 23ഉം 7ഉം എത്രയാ? 30. അപ്പൊ ഒറ്റയുടെ സ്ഥാനത്ത് ആഡ് ചെയ്തപ്പോ നമുക്ക് 30 കിട്ടി. മൈനസ് ഇരട്ട സ്ഥാനത്ത്, അതായത് 1 ഇടവിട്ടിട്ട് 2, 2, 4, 6, 6, 2, 8 ആണ് കിട്ടുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 30ന്ന് 8 കുറച്ചാൽ 22. 22 എന്ന് പറയുന്നത് 11ന്റെ മൾട്ടിപ്പിൾ അല്ലേ? ആണോ? 11ന്റെ ഗുണിതമല്ലേ 22? അതെ. 11 × 2 22. അപ്പൊ കിട്ടുന്ന ആൻസർ 11 അല്ലെങ്കിൽ 11ന്റെ ഗുണിതങ്ങളാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തതിന് ശേഷം 0 11ന്റെ മൾട്ടിപ്പിൾ ആണോ? 0 11ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. പിന്നെ എങ്ങനെ വരുന്നേ? 0 വന്ന മൾട്ടിപ്പിൾ അല്ല, നമ്പർ അല്ല എന്നർത്ഥം.
ഓക്കെ, മിസ് ഇതൊന്നുകൂടി പറയാമോ? ഇത് എങ്ങനെയാണ് ചെയ്തത്? കേട്ടില്ലേ? ഇപ്പൊ ഉണ്ടായിരുന്നില്ലേ? ഇതൊന്നും കൂടെ പറയണം. മിസ് 0 അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾസ് അങ്ങനെയല്ലേ നോക്കണ്ടേ? 0 അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾസ് അങ്ങനെയല്ലേ നമ്മൾ നോക്കണേ? 11ന്റെ മൾട്ടിപ്പിൾസ് 0 വന്നാ വരില്ലല്ലോ. ഇല്ല. മൾട്ടിപ്പിൾസും അങ്ങനെ ഒരു ഇതിൽ കണ്ടിരുന്നു. അപ്പൊ അത് ഓക്കെ. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഇതൊക്കെ അങ്ങനത്തെ കുറച്ച് വലിയ സംഖ്യ ആയിരിക്കുള്ളൂ തരിക നിങ്ങൾക്ക്. അത് അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതിന്റെ ഒന്നിടവിട്ട സംഖ്യ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഓഡ് പ്ലേസിലുള്ള വാല്യൂകൾ, അതായത് ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ 1, 3, 5ാമത്തെ പൊസിഷൻ, 7ാമത്തെ പൊസിഷൻ, അങ്ങനെ ആ പൊസിഷണൽ വാല്യൂസ്, പൊസിഷൻ ആണ് നോക്കണത്. ആ പൊസിഷനിലെ വാല്യൂസും ഈവൺ നമ്പറിൽ വരുന്ന പൊസിഷനിൽ വരുന്ന വാല്യൂസ്, അപ്പൊ 2ാമത്തെ, 4ാമത്തെ, 6ാമത്തെ, അങ്ങനത്തെ 8ാമത്തെ, അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. അത് ഒന്നിടവിട്ടതാണ്. എന്നിട്ട് അവ തമ്മിലുള്ള ഡിഫറൻസ് കാണാം. അപ്പൊ കിട്ടുന്ന ഉത്തരം 11 അല്ലെങ്കിൽ 11ന്റെ ഗുണിതങ്ങളാണോ എന്ന് ചെക്ക് ചെയ്യാം. 11 11ന്റെ ഗുണിതങ്ങളാണോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്താണ്, അത് ഡിവിസിബിൾ ആണ് എന്നർത്ഥം അല്ലെ, അല്ലെങ്കിൽ അത് ഡിവിസിബിൾ അല്ല എന്നാണ് അർത്ഥം. അപ്പൊ ആദ്യത്തെ സംഖ്യ തന്നെ ചെക്ക് ചെയ്തപ്പോ ഇങ്ങനത്തെ ഈ ഓപ്ഷനിൽ നിന്ന് എടുത്ത് ചെക്ക് ചെയ്യുന്നത് മിക്കവാറും എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അങ്ങനെ വരണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ ചെക്ക് ചെയ്തു. എന്താ പറയാ, റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് ഓപ്ഷനിൽ നിന്ന് നോക്കിയിട്ട് നമുക്ക് തെരഞ്ഞെടുത്ത് നോക്കണ്ടേ. അപ്പൊ മിക്കവാറും അത് ആദ്യത്തെ ഓപ്ഷൻ തന്നെ അത് കറക്റ്റ് ആവാനായിട്ട് സാധ്യതകളുണ്ട്. കാരണം നമുക്ക് സമയം എന്ന് പറയുന്നത് വലിയ ഒരു ഘടകമാണല്ലോ ഇവിടെ. സമയം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൻസേഴ്സ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 8, 9, 6, 7 ഇവയാണ് ആദ്യം എടുത്തത് നമ്മള് ഒറ്റയുടെ സ്ഥാനവില അനുസരിച്ച്. അത് കഴിഞ്ഞെടുത്തത് 2, 4, 2 അത് വേറെ കൂട്ടി. അപ്പൊ 30ഉം 8ഉമാണ് 2 സ്ഥാനങ്ങൾ വേറെ കൂട്ടി കഴിഞ്ഞപ്പോ നമുക്ക് കിട്ടിയത്. അവ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 22 എന്ന് പറയുന്നത് 11ന്റെ ഒരു ഗുണിതമാണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന സംഖ്യ ഫുൾ ആയിട്ട് 11ന്റെ വിശേഷം ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയോ ചോദിച്ച ആൾക്ക്? ക്ലിയർ ആയി. ഓക്കെ. മാം 0 വന്നാലും ആവില്ല മാം? അങ്ങനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. 0 അതാണ് ഇതിന് മുന്നേ മിസ്സിന്റെ ക്ലാസ്സിൽ തന്നെ തോന്നുന്നു മിസ് പറഞ്ഞത്. 0 അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾസ് അങ്ങനെയാണ് കണ്ടത്. 0 അല്ലെങ്കിൽ 11ന്റെ ഗുണിതമാവണം. അത് രണ്ടും വന്നാലും ആൻസർ ആവും. എവിടെ വരണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കണേ? ഒന്നിടവിട്ട സംഖ്യകളുടെ തുക അല്ല, ഡിഫറൻസ്. 0 അങ്ങനെ ഇത് തന്നിട്ടുണ്ടോ? അറിയില്ല മിസ്, അത് എവിടെയോ കണ്ടതുപോലെ തോന്നി, അതാണ് മിസ് ചോദിച്ചത്. അങ്ങനെ ഞാൻ എഴുതി തന്നിട്ടില്ലല്ലോ. 11 അല്ലെങ്കിൽ 11ന്റെ ഗുണിതങ്ങളായിരിക്കണം എന്നുള്ള ഞാൻ എഴുതി തന്നതായിട്ട് എന്റെ ഒരു ഓർമ്മ. വേറെ ഒരു ക്ലാസ്സിലും കണ്ടിരുന്നു, വേറൊരു യൂട്യൂബ് ക്ലാസ്സിലും 0 കൂടി വരുന്നുണ്ട്. 0 അത് ഞാൻ നോക്കട്ടെ ട്ടാ. ഈ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. 0 പറഞ്ഞത് കേട്ട് ഞാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. 162 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഒരു സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം എത്രയായിരിക്കും എന്നാണ്. വാട്ട് ഷുഡ് ബി ദ മെഷർ ഓഫ് ദ ഡയഗണൽ ഓഫ് എ സ്ക്വയർ whose area is 162 centimeter square? അതാണ് ചോദ്യം. പരപ്പളവ് തന്നിട്ടുണ്ട്, ഓൾറെഡി തന്നിട്ടുണ്ട്. സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളമാണ് ചോദിച്ചേക്കണേ. സമചതുരത്തിന്റെ വികർണവും സമചതുരത്തിന്റെ ഏരിയയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? d²/2. അതെ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓൾ സൈഡ്സ് ഈക്വൽ ആണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. നമുക്കറിയാം സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലെ. ഏരിയ ഓഫ് സ്ക്വയർ എന്താ? സൈഡ് സ്ക്വയർ എന്നൊക്കെ പറയും അല്ലെ. എ സ്ക്വയർ അല്ലെങ്കിൽ സൈഡ് സ്ക്വയർ എന്നൊക്കെ പറയും, വശങ്ങളുടെ സ്ക്വയർ. ഇത് മാത്രമല്ല, നമുക്ക് ഇഫ് ദ ഡയഗണൽ ഈസ് ഗിവൺ, നമുക്കറിയാം ഒരു സ്ക്വയറിന് 2 ഡയഗണൽ ഉണ്ടായിരിക്കും. ഇതിങ്ങനെ ക്രോസ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റിയ 2 പെർപെൻഡിക്കുലർ ഡയഗണൽസ് ഉണ്ടായിരിക്കും. ഈ ഡയഗണലിന്റെ പ്രത്യേകത ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇഫ് ദ ഡയഗണൽ ഈസ് ഗിവൺ, ഡയഗണൽ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് മറ്റൊരു ഇക്വേഷൻ കൂടിയും ഏരിയ ഓഫ് സ്ക്വയർ കാണാനായിട്ട് ഉപയോഗിക്കാം. അത് d²/2 ആണ്. എന്താണ്? d²/2. ഇത് ഓറാണ് ട്ടാ. ഒന്നില്ലെങ്കിൽ ഏരിയ കാണാൻ നമുക്ക് സ്ക്വയറിന്റെ ഏരിയ കാണാൻ സൈഡ് സ്ക്വയർ, വശം ഇൻറ്റു വശം സ്ക്വയർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ
ഇഫ് ദ ഡയഗണൽ ഈസ് ഗിവൺ, തന്നിരിക്കുന്നത് വികരണത്തിന്റെ നീളമാണെങ്കിൽ d²/2 എന്ന് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് സൈഡും തന്നിട്ടില്ല, ഡയഗണലും തന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഡയഗണലിന്റെ നീളമാണ് കാണാൻ പറഞ്ഞേക്കണം, സൈഡ് അല്ല കാണാൻ പറഞ്ഞേക്കണം. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? ആദ്യത്തെ ഉപയോഗിക്കണോ രണ്ടാമത്തെ ഉപയോഗിക്കണോ? സെക്കൻഡ് ഇക്വേഷൻ. d²/2 എന്ന് പറയുന്നത് 162 ആണെന്ന് അവര് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. d²/2 എന്ന് പറയുന്നത് 162 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാൻ പറ്റും? d²/2 സമം 162. ഈ 162ന്റെ അടുത്തേക്ക് ഈ 2നെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? d² സമം d² എന്ന് പറയുന്നത് 162 ഇൻറ്റു 2. അതെ, ഡിവിഷൻ ചെയ്യാനുള്ള 2 അപ്പുറത്തേക്ക് പോകുമ്പോ ഇൻറ്റു 2 ആകും. therefore d² is equal to 324 ശിഷ്ടം അല്ലെ? 324. d² അല്ല ചോദിച്ചാൽ നമ്മളോട് വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ, അതായത് വികരണത്തിന്റെ നീളാണ്. അപ്പൊ എന്ത് കാണണം? നമ്മൾ d കാണണം. d കാണണമെങ്കിൽ എന്ത് ചെയ്യണം? /2 അല്ല, 324ന്റെ റൂട്ട് കണ്ടാ മതി. വാട്ട് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 324? 18 ആണ്. കുറച്ച് റൂട്ടും സ്ക്വയർ ഒക്കെ നമ്മൾ കാണാതെ പഠിച്ചു വെക്കുന്നതൊക്കെ നല്ലതാട്ടാ. ഒരു 25ഓ 30ഓ വരെയൊക്കെ സ്ക്വയേഴ്സും അതിന്റെയൊക്കെ റൂട്ട്സും കണ്ടുപിടിച്ച് വെക്കാം. അത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ നിങ്ങൾ പിന്നെ ചെയ്തു വരുമ്പോ 324 വീണ്ടും റൂട്ട് ചെയ്യാൻ വേണ്ടി കുറെ സമയം പോകും. അപ്പൊ അതൊന്ന് ആലോചിച്ചിട്ട് അത് ഒന്ന് കുറച്ചൊക്കെ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെക്കാം. അപ്പൊ d ആണ് കാണേണ്ടത്, d² അല്ല ചോദിച്ചേക്കുന്നത്. d കാണാൻ വേണ്ടിയിട്ട് /2 അല്ലട്ട ചെയ്യേണ്ടത്, റൂട്ടാണ് കണ്ടത്. എന്തെങ്കിലും സാധനത്തിന്റെ സ്ക്വയർ എന്നു നമുക്ക് ആ സംഖ്യയാണ് കാണേണ്ടതെങ്കിൽ നമ്മൾ അതിന്റെ റൂട്ടാണ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ d² 324ന്റെ റൂട്ട് 18 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 25 സ്ത്രീകൾ ഒരു ജോലി 5 ദിവസം കൊണ്ട് തീർക്കും. ഇതേ ജോലി 30 സ്ത്രീകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും? 25 women can complete a work in 5 days. How many days will 30 women take to complete the same work? കിട്ടിയുണ്ടോ ആൻസർ? മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 25/6 days. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയണോ? കുറച്ച് സ്ലോയില് പറയുമായിരുന്നെങ്കിൽ. എഴുതിയെടുത്തിട്ടില്ലേ ക്വസ്റ്റ്യൻ? ഹലോ, മിസ് എഴുതിയെടുത്തിട്ടുണ്ട്. കുറച്ച് സ്ലോയില് ക്വസ്റ്റ്യൻ പറയുവോ? സ്ലോയില് ക്വസ്റ്റ്യൻ പറയോ എന്ന് ചോദിച്ച ആളോടാ ഞാൻ ചോദിച്ചത്. നിങ്ങള് ക്വസ്റ്റ്യൻ കയ്യിലില്ലേ ഇയാളുടെ? ഇല്ല, എന്റെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ല. അതുകൊണ്ട് എന്ത് പറ്റി? ആദ്യമായിട്ട് കയറുന്നതാണോ? ടെക്സ്റ്റ് വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ട്. എനിക്ക് ക്ലിയർ ആയില്ല എന്താ പറഞ്ഞെന്ന്. ടെക്സ്റ്റ് വാങ്ങിച്ചിട്ടില്ല. ടെക്സ്റ്റ് അല്ല, ഗൂഗിൾ ക്ലാസ് റൂമിലാണ് ക്വസ്റ്റ്യൻസ്. അതന്നെ, ക്ലാസ്സിലേക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഇടണ്ട്. ടെക്സ്റ്റ് വേണ്ട. നമ്മള് ഇന്ന് ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് ഇന്നലെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓ സോറി മമ്മി, അത് ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇന്നത്തേക്ക് ക്ലാസ് നമ്മുടെ മാത്സ് ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെ കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ ഡിക്റ്റേറ്റ് ചെയ്യാൻ നിന്നാലേ സമയം പോകുകയെ. അപ്പൊ നിങ്ങൾ ഇന്നലെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് അത് എഴുതിയെടുത്തിട്ട് റെഡി ആയിട്ട് ക്ലാസ്സിലേക്ക് കയറാമല്ലോ. അപ്പൊ നമുക്ക് വേഗം പ്രോബ്ലംസ് മാത്രമായിട്ട് ചെയ്യാം അല്ലേ? അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾക്ക് ഒറ്റയ്ക്കും ചെയ്യാം, കുഴപ്പമില്ല. 25 സ്ത്രീകൾ അങ്ങനെ ചെയ്യണേ. 25 സ്ത്രീകൾ ഒരു ജോലി 5 ദിവസം കൊണ്ട് തീർക്കും. 25 സ്ത്രീകൾ ഒരു ജോലി 5 ദിവസം കൊണ്ട് തീർക്കും. ഇതേ ജോലി 30 സ്ത്രീകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും? ഇതേ ജോലി 30 സ്ത്രീകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് പറയൂ. ഓപ്ഷൻസ് വായിക്കാം. 7 days, 6 days, 8 days and 10 days. ഇതൊന്നും കിട്ടിയില്ല മാഡം. നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എത്രയാ? 1 6 എന്നെങ്ങാണ്ടൊക്കെയാണ് കിട്ടിയേക്കണേ അല്ലേ? അതെ, 4 ദിവസവും പിന്നെ കുറച്ച് പോയിന്റ് സംഖ്യയാണ് കിട്ടിയേക്കണേ. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ആൻസർ ഇൻ ദ ഓപ്ഷൻ. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആൻസർ ഇല്ല എന്ന് തന്നെ നിങ്ങൾ അവിടെ എഴുതാം. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എടുത്ത് അവിടെ എഴുതിക്കോ. അത് കണ്ടുപിടിക്കാൻ എങ്ങനെയാ? നമ്മള് ഇത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. നമ്പർ ഓഫ് ആളുകളുടെ എണ്ണം, ഡേയ്സിന്റെ എണ്ണം തരുമ്പോ m1 equal to m2 d2 അല്ലെ?
ഒരു ആളുകളുടെ എണ്ണവും ദിവസങ്ങളുടെ എണ്ണവും തന്നിട്ട് നമുക്ക് മറ്റൊരു ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ ദിവസങ്ങളുടെ എണ്ണം ഏതെങ്കിലും മിസ് ചെയ്ത് കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് ചെയ്യാം. ആദ്യത്തേൽ പറഞ്ഞേക്കുന്നത് 25 ആളുകള് എത്ര ദിവസം കൊണ്ട്? 5 ദിവസം കൊണ്ട്. അപ്പൊ 25 × 5 ഇവിടെയാണ്. അപ്പുറത്ത് നമുക്ക് തന്നിരിക്കുന്നത് 30 ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കുന്നു? 30 ആളുകൾ തന്നിട്ടുണ്ട്, മെന്നിന്റെ എണ്ണം തന്നിട്ടുണ്ട്, ബട്ട് ദർ ഇസ് നോ ഡേയ്സിന്റെ എണ്ണം തന്നല്ലേ. അപ്പൊ D2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ D2 നമുക്ക് അവിടെ നിർത്താം. 25 × 5ന്റെ അടുത്തേക്ക് ഈ എന്താ പറയാ 30 നമുക്ക് ഇവിടെ ഇൻഡു ചെയ്യാനാണ്. അതാണ് നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ ഡിവിഷൻ ആകും. ഈക്വൽ ടു ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് D2 ആണ്. ഇവിടെ നമുക്ക് 5നെ 30 കൊണ്ട് 6 പ്രാവശ്യം വെട്ടിച്ചെറുതാക്കാം. 6നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം അതൊരു ഡെസിമൽ നമ്പറേ കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ഒരു 4.16. അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതിനകത്ത് ഇല്ല. ആ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്ക് അല്ല, അവരത് അങ്ങനെ പ്രിന്റ് ചെയ്തപ്പോ അങ്ങനെ ആയിപ്പോയി. അപ്പൊ 4.16 നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷനില്ലാത്ത ആൻസർ ഇല്ല. 7 days, 6 days, 8 days, 10 days. അത് ചിലപ്പോ പ്രിന്റ് ചെയ്തപ്പോ സംഖ്യ ഏതെങ്കിലും മാറിപ്പോയതാകാനാ സാധ്യത. ഏതില് 25, 5, 30 ഒക്കെ കൊടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന സംഖ്യകളിൽ വരുന്ന വ്യത്യാസം കൊണ്ടായിരിക്കാം ആൻസർ ഓപ്ഷൻസിൽ. അപ്പൊ ഇത് നമുക്ക് തന്നിരിക്കുന്നതിലില്ല. നമ്മൾ ചെയ്തപ്പോ കിട്ടിയത് 4.16. ദാറ്റ് മീൻസ് 4 കംപ്ലീറ്റ് ഡേയ്സ് വേണം. പിന്നെ കുറച്ച് സമയം കൂടി വേണ്ടി വരും. അതാണ് 16 കിട്ടിയേക്കണം. നമുക്ക് കിട്ടിയ ആൻസർ മാത്രം എഴുതിയാൽ മതി. അവിടെ ഒരു സെന്റൻസ് എഴുതി വെക്കാം. ദർ ഇസ് നോ ആൻസർ ഇൻ ദ ഓപ്ഷൻ എന്ന് എഴുതാം. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 25 ഇത് ചോദിക്കാൻ വന്നത് 25 × 5 ഗുണിക്കുമ്പോഴേ അങ്ങനെ എഴുതുമ്പോ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വെട്ടി ചെറുതാക്കാൻ പറ്റുന്നുണ്ട്. ആണോ? അതെങ്ങനെയാ? 125/30 വന്നേ? 5 കൊണ്ട് 25 × 5 കൊണ്ട് വെട്ടിക്കൂടാ? വെട്ടിക്കോ. 5 25 25 പ്രാവശ്യമല്ലേ 5 125 പോവുള്ളൂ. 5 30 6 പ്രാവശ്യമല്ലേ പോവുള്ളൂ. ഇങ്ങനെ തന്നെ വീണ്ടും വരുള്ളൂ. വെട്ടി ചെറുതാക്കിയാലും ഇങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. എങ്ങനെ ചെയ്താലും കണക്ക് എല്ലാം അങ്ങനെ വരുള്ളൂ. ഹോൾ നമ്പർ ആയിട്ട് കിട്ടുന്നില്ല ആൻസർ എന്തായാലും. ക്ലിയർ ആയോ? ക്ലിയർ ആയി. അത് വെട്ടി ചെറുതാക്കിയാലും അങ്ങനെ തന്നെ പോകുള്ളൂ. അത് നമ്മൾ വലിയ സംഖ്യകൾ വെച്ചിട്ട് വെട്ടുന്നതിനേക്കാൾ എളുപ്പത്തിലാണ് നമ്മൾ ആ ചെറിയ സംഖ്യ വെച്ച് 5നെ 30 കൊണ്ട് കറക്റ്റ് ആയിട്ട് വെട്ടാലോ. അതുകൊണ്ടാണ് അങ്ങനെ വെട്ടി ചെറുതാക്കിയത്. 125, അതായത് 25 × 5 കുളിച്ചിട്ട് 30 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. അപ്പോഴും സെയിം ഇങ്ങനെ തന്നെ വരുള്ളൂ. അപ്പോഴും 4.16 തന്നെ ആൻസർ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ആൻസർ ഓപ്ഷൻസിൽ ഇല്ല എന്നും കൂടി അവിടെ നോട്ട് ചെയ്ത് വെക്കണം. പിന്നീട് നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ വരാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 25/6 days എന്നോ അല്ലെങ്കിൽ എന്താ പറയാ 4.16 days എന്നോ എഴുതാം. ബട്ട് ദാറ്റ് ഈസ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷനിൽ ഇല്ല. അതാണ് അതിന്റെ കാര്യം. അടുത്തത് 200-നും 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതൊക്കെ വേഗം? 200-നും 700-നും ഇടയിൽ 5 കൊണ്ട് ഗുണിക്കാവുന്ന സംഖ്യകളുടെ തുക കാണുക. 200-നും 700-നും ഇടയിൽ 5 കൊണ്ട് ഗുണിക്കാവുന്ന സംഖ്യകളുടെ തുക കാണുക. 200-നും 700-നും ഇടയിൽ 5 കൊണ്ട് ഗുണിക്കാവുന്ന സംഖ്യകളുടെ തുക. ഇത് നമ്മൾ തൊട്ട് മുന്നില് നിർത്തിവെച്ച ഒരു ചാപ്റ്റർ ആണ്, അരിത്തമെറ്റിക് സീക്വൻസ്. ആ പാഠത്തിൽ നിന്ന് ബന്ധപ്പെട്ട് വന്നേക്കണ ക്വസ്റ്റ്യൻ ആണ്. 44,550, 44,550, 34,440, 65,240, 32,300. ഇതില് ഏതാ? 44,550 എല്ലാവർക്കും കിട്ടിയോ? നോക്കിയേ. കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയേ. മാം ഇതൊന്ന് പറയോ? പറയാം. അതായത് തന്നിരിക്കുന്നത് 200-നും 700-നും ഇടയില് ഉള്ള 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ ഒക്കെ തുക കാണണം. തുക അതായത് 200-നും 500-നും ഇടയില് നിശേഷം 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യയാണ് നമുക്ക് തന്നിട്ടില്ല. വിച്ചാർന്ന നമ്പേഴ്സ് ആ സംഖ്യകൾ ഏതൊന്നും നമുക്ക് തന്നിട്ടില്ല. നമുക്ക് തുകയാണ് കാണേണ്ടത്. തുക കാണാൻ നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം, SN അല്ലെ? സം കാണാനുള്ള ഇക്വേഷൻ അറിയാം. എന്താണ്?
സം കാണാനുള്ള ഇക്വേഷൻ n/2 into ഓക്കെ x1 plus xn. ഇതാണ് സം കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ വന്നില്ലല്ലോ. തുക കാണാനുള്ള ഇക്വേഷൻ ഒന്ന് പറഞ്ഞുതരോ? പുതിയ ആളായതുകൊണ്ടാ. അതായതാണ് സം കാണാനുള്ള ഇക്വേഷൻ. സമാന്തര ശ്രേണിയിലെ സ്ക്രീൻ വന്നില്ലല്ലോ. അത് n/2 into n/2 into x1 plus xn. ഇവിടെ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ സ്ക്രീൻ അവിടെ വരുന്നില്ലല്ലോ. അത് കേക്കണ്ടോ ഞാൻ പറയുന്നതൊക്കെ? പക്ഷെ സ്ക്രീൻ പോയില്ല. അതെന്താ അത്? വരുന്നില്ലല്ലോ. n/2 into x1 plus xn ആണ് ഇക്വേഷൻ. സ്ക്രീൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അവിടെ കാണുന്നില്ല. അപ്പൊ നോക്ക്, ഇതിനകത്ത് എത്ര സംഖ്യകളുണ്ട്, അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യ ഒക്കെ ഏതൊക്കെയാണെന്ന് എങ്ങനെ മനസ്സിലാകും നിങ്ങൾക്ക്? ശ്രേണി അറിയില്ല, ഇവര് പറഞ്ഞിട്ടില്ല. നമുക്ക് x1 plus xn എന്ന് പറഞ്ഞാൽ x1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സംഖ്യ, xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സംഖ്യ. 200-നും 700-നും ഇടയിലുള്ളതായിരിക്കണം. 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അതാണ് കണ്ടീഷൻസ് പറഞ്ഞേക്കണേ. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? ഇതിനകത്ത് ആദ്യത്തെ സംഖ്യ ഏതായിരിക്കും? 200-നും 700-നും ഇടയിൽ എന്ന് പറയുമ്പോൾ 200 എന്ന് പറയുന്നതാണോ ആദ്യത്തെ സംഖ്യ? 205 ആണ് ആദ്യത്തെ സംഖ്യ. 200-നും 700-നും ഇടയിൽ എന്ന് പറയുമ്പോൾ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി തന്നേക്കുന്നതാണ്. 200 നമ്മൾ കൂട്ടാക്കാൻ പാടില്ല. 200-ന്റെയും 700-ന്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ 200-നേക്കാൾ ഗ്രേറ്റർ 700-നേക്കാൾ ലെസ്സർ ആയിരിക്കണം. അപ്പൊ 200 കഴിഞ്ഞിട്ട് അടുത്ത 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ എന്ന് പറയുന്നത് 205 ആണ്. അപ്പൊ ഏതൊക്കെയായിരിക്കും ആ ശ്രേണി എന്ന് പറയാമോ? 205, 210, 215. ലാസ്റ്റ് നമ്പർ ഏതായിരിക്കും? അവസാനത്തെ സംഖ്യ ഏതായിരിക്കും? 695. അപ്പൊ ഓക്കെ, നമുക്ക് 205 കിട്ടി, 695 കിട്ടി. അതായത് x1-ഉം xn-ഉം കിട്ടി. സോ ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? സം കാണാൻ പറ്റുമോ? നമ്പർ ഓഫ് ടേംസ് ആണ്. നമ്പർ ഓഫ് ടേംസ് കാണാം. നമ്പർ ഓഫ് ടേംസ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. n കാണാൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ അത്? Tn minus T1 by d plus 1 അല്ലെ? അത് തന്നെ, Tn minus T1 by d plus 1 എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പൊ Tn എന്ന് പറയുന്നത് 695 മൈനസ് T1 എന്ന് പറയുന്നത് 205 ബൈ ഡി എന്ന് പറഞ്ഞാൽ 5 ആണ്, 5 കൊണ്ട് പ്ലസ് 1. ഇതാണ് ഇക്വേഷൻസ് വെച്ച് ചെയ്യേണ്ടത്. അതായത് 695-ന്ന് 205 കുറച്ചിട്ട് അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പ്ലസ് 1. ഇക്വേഷൻ സ്ക്രീൻ അവിടെ പോയി, എന്താന്ന് അറിയില്ല. ആള് കാണാനില്ല. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് നോക്കിക്കോ. അത് n കാണാനുള്ള ഇക്വേഷൻ ആണ്. ഇപ്പൊ ഈ താഴെ അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. 695-ന്ന് അതായത് ആദ്യ പദവും അവസാന പദവും തമ്മിൽ മൈനസ് ചെയ്യാം. കിട്ടിയ ആൻസറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പ്ലസ് 1 ചെയ്യാം. അതാണ്. കാണാനില്ലല്ലോ. എത്ര കിട്ടി നോക്കിയേ? 99 ആണ്. 99 ആണ്. ശരിയാണ്, 99. ഇനി ഞാൻ 99 എന്നിന്റെ സ്ഥാനത്ത് കൊടുത്തിട്ട് സം കണ്ടുപിടിച്ച വേഗം. ഇതൊന്ന് ശരിയാക്കട്ടെ. 99 ആണ് n കിട്ടുന്നത്. എന്നിന്റെ സ്ഥാനത്ത് n കൊടുക്കുക, 99 കൊടുക്കുക. n/2 into x1 plus xn. 99/2 into x1-ല് 205 205
XNല് 695 കൊടുക്കുക, എന്നിട്ട് സോൾവ് ചെയ്യാം. വീണ്ടും പോയില്ല അങ്ങടിക്കാൻ ബാക്ക്. മൊബൈൽ ഡാറ്റ ഓഫ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കാൻ. ഇവിടുത്തെ നെറ്റ് കണക്ട് ആവണില്ലേ? ഇവിടെ നെറ്റ് കണക്റ്റഡ് അല്ലെന്നോ എനിക്ക് തോന്നുന്നത്. കിട്ടിയ ആൻസർ 4455 4 4550. 445550. ശേഷം എന്ത് ചെയ്യണമെന്നൊന്ന് പറയാമോ ഒന്നുകൂടെ? ഒരു മിനിറ്റ്, അതെ ഇതിന്റെ ഇത് കിട്ടണില്ല, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അത് സ്ക്രീൻ ഷെയർ ചെയ്യണ ഫോണിൽ കണക്ട് ആവണില്ലല്ലേ? ഇതിനകത്തൊന്നും കണക്ട് ആവണില്ല. അതത് മറ്റേത് 0. ശരിയാണ്. ശരി. സ്ലോ ആയ ഇങ്ങനെ എഴുതിയാ നോക്കിയേ, ഇങ്ങനെ എഴുതിയോ? കാണത്തില്ല മിസ്, ഇച്ചിലൂടെ മേളിലോട്ട് പിടിക്കാവോ? ഓക്കെ. എന്താ ഇതിനകത്ത് കണക്ട് ആവാത്തെ? എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ എഴുതിയോ? ശരിയായോ എത്രയും വരെ? മാം അതില് 206 അല്ലേ? അല്ല സോറി 205 അല്ലേ? 205 എഴുതിയേക്കണേ. ഓക്കെ ശരി. 205 പ്ലസ് 695. അതിന് നിങ്ങൾ ആ ബ്രാക്കറ്റിലുള്ള 205ഉം 695 കൂടി കൂട്ടുക. അപ്പൊ എത്ര കിട്ടും? 900. 900. അതായത് 9/2 ഇൻറ്റു 900 എന്ന് കിട്ടും. സോറി 99/2 ഇൻറ്റു 900 ഇങ്ങനെയാണ് കിട്ടുക. ഇനി ആ 900നെ 2 കൊണ്ട് വെട്ടിച്ചെറുതാക്കാലോ. ഒന്നിലേക്ക് ഗുണിച്ചിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 900നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ 99 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. വന്നു സ്ലോ ആണെന്ന് തോന്നുന്നു, കുറെ നേരം മുമ്പ് എഴുതിയതാ. (99/2 into 900). 99നെ ഒന്നിലേക്ക് 900 കൊണ്ട് ഗുണിച്ചിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 900 കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത് കിട്ടിയ ആൻസറിനെ 99 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോഴും എങ്ങനെ വന്നാലും കറക്റ്റ് ആൻസർ 44,550 ഉത്തരം വരിക.
ഭയങ്കര സ്ലോ ആണിത്. കുറെ മുമ്പ് കിട്ടിയതാ. 99 കിട്ടിയതാണ് നമ്മൾ നേരത്തെ എന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇതിപ്പോ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുള്ള ഇത് സ്ക്രീനിൽ വന്നില്ല. സ്ക്രീനിൽ എനിക്ക് തോന്നുന്നു അരമണിക്കൂർ. 99 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. എത്ര സംഖ്യകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണ്ടേ? 205 മുതൽ 695 വരെ എത്ര സംഖ്യ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് ആ ഇക്വേഷനിൽ കൊടുക്കാൻ പറ്റുള്ളൂ. n/2 ഇൻറ്റു x1 പ്ലസ് xn. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. അതാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. ഏത്? tn മൈനസ് t1 ബൈ d പ്ലസ് 1 എന്ന് പറയുന്ന ഇക്വേഷൻ. 695 205 കുറച്ച് ഡിവൈഡ് ചെയ്തത് പൊതുവ്യത്യാസം കൊണ്ട്, കോമൺ ഡിഫറൻസ്, അത് 5 ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കിട്ടിയ ആൻസറിന്റെ കൂടെ ഒരു 1 കൂട്ടാം. 98 കിട്ടിയിട്ട് ഒരു 1 കൂട്ടണ്ടേ? അപ്പൊ 99 ആയി. പ്ലസ് 1 ഉണ്ട്, പ്ലസ് 1 ഇക്വേഷനില്. ഇതിവിടെ കിട്ടിയാ? മനസ്സിലായ ഗ്രീഷ്മ? ആൻസർ 44-85 ആണോ മിസ്സേ? 44-55. ഒരു 0 കൂടി ഇല്ലേ? ഒരു 0 കൂടി ഉണ്ടല്ലോ. അതെ, മാറിപ്പോയതാ. 99/2 ഇൻറ്റു 900. പോയത് വീണ്ടും 900. അപ്പൊ 99 ഇൻറ്റു 450 കിട്ടും. ഈ 450 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ന് നമ്മള് 900 കൊണ്ട് വെട്ടിയതാണ് 450 കിട്ടിയേക്കണേ. അപ്പൊ കിട്ടുന്ന ആൻസർ 44,550. ആണല്ലോ. നെറ്റ്വർക്ക് എന്തോ കംപ്ലൈന്റ് വന്നുണ്ട്. പറ്റി മണിച്ചപ്പോൾ കിട്ടിയാ? എല്ലാവർക്കും കിട്ടിയ ആൻസർ 44,550. വന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഒരു സംഖ്യയുടെ 72%-യും 54%-യും വ്യത്യാസം 432 ആണ് എങ്കിൽ സംഖ്യയുടെ 55% എത്ര? ഒരു സംഖ്യയുടെ 72%-യും 54%-യും വ്യത്യാസം 432 ആണെങ്കിൽ ആ സംഖ്യയുടെ 55% എത്ര? The difference between 72% and 54% of a number is 432. Then what is 55% of that number? Options. Options 1355, 1445, 1420, 1320. 1320. അതുകൊണ്ടാ ഒന്ന് പറഞ്ഞു തരുമോ? ഒരു സംഖ്യയുടെ 72%, 54% എന്നൊക്കെയാണ് പറഞ്ഞേക്കണേ. 72%-ന്റെ 54%-ന്റെ വ്യത്യാസം. സംഖ്യ നമുക്കറിയില്ല, അപ്പൊ നമുക്ക് അവിടെ x എന്ന് വിചാരിക്കാം. അപ്പൊ 72% ഓഫ് x എന്ന് പറഞ്ഞാൽ 72x/100 എന്ന് കൊടുക്കാം. നമുക്ക് ശതമാനത്തിന് /100 അല്ലേ നമ്മൾ എഴുതാ. അതുപോലെ തന്നെ 54% ആ സംഖ്യയുടെ തന്നെ 54x/100. ഇവയുടെ വ്യത്യാസമായതുകൊണ്ടാണ് ഞാൻ അവിടെ ഇടയിൽ മൈനസ് ഇട്ടേക്കണേ. അതെന്തിന് ഈക്വൽ ആണെന്നാ പറഞ്ഞേക്കണേ? 432 ഈക്വൽ ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 432 അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കുക, 72x ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്, നമുക്ക് കുറയ്ക്കാം, അങ്ങോട്ട് നേരെ കുറയ്ക്കാം. 72 54 കുറച്ചാ ബാക്കി എത്രയുണ്ട്?
18 18x അല്ലേ? 18x ബൈ 100 കിട്ടും. അതെങ്ങനെ 100 വന്നത്? ഒരു 100 ഒരു പ്രാവശ്യം എഴുതാൻ പാടുള്ളൂ. ഈക്വൽ ടു 432. ഇനി നമുക്ക് ഇവിടെ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 100നെ 432 കൊണ്ട് ഗുണിക്കാം. അപ്പൊ നമുക്ക് കിട്ടും 18x സമം 432 ഇട്ടിട്ട് 2 0. 100 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 2 0 അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. therefore x ഈക്വൽ ടു 432 പിന്നെ 2 0 ഡിവൈഡഡ് ബൈ 18. 18 എത്ര പ്രാവശ്യം പോകും നോക്കാം. 432 കിട്ടണം. ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ എത്രയാണോ അതായിരിക്കും. എത്ര പ്രാവശ്യം പോകും? 432 18 കറക്റ്റ് ആയിട്ട് പോകുമല്ല? 24 ടൈംസ് അല്ലെ? 24 പ്രാവശ്യം പോകും. അപ്പൊ നമുക്ക് സംഖ്യ കിട്ടി ഇവിടെ. സംഖ്യ പക്ഷെ എല്ലാം നിങ്ങളോട് കാണാൻ പറഞ്ഞേക്കണം. ഇപ്പൊ നമുക്ക് സംഖ്യ കിട്ടിയേക്കണേ 2400 സംഖ്യ. അതായത് 24ന്റെ കൂടെ 2 0 കൂടി ചേർത്തിട്ട് കൊടുക്കണം. അപ്പൊ 2400 ആണ് സംഖ്യ. പക്ഷെ സംഖ്യ അല്ല, നമ്പർ അല്ല നമ്മളോട് ചോദിച്ചാൽ ഓഫ് ദ നമ്പർ. ഈ സംഖ്യയുടെ 2400ന്റെ 55% കാണാനാ പറഞ്ഞേക്കണേ. അപ്പൊ നേരിട്ട് നിങ്ങൾ 55/100 കൊടുക്കണം. ആ സംഖ്യയുടെ 55/100 2 0 വെട്ടിക്കളയാ 55നെ 24 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന ഉത്തരം എത്രയാണോ അതായിരിക്കും നമ്മുടെ ആൻസർ. എത്ര കിട്ടിയത്? 1355 ആണ്. അല്ല 1320 ആണ്. 1320 ആണ് ആൻസർ. 1300. സ്പീഡ് കുറച്ച് പറയുമോ? സ്പീഡ് കുറയ്ക്കുവോ? ഒന്നുകൂടി പറയണ ഇത്? ഒന്നും കൂടെ പറയണമായിരുന്നു. അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഏതോ ഒരു സംഖ്യയുടെ 72% അതേ സംഖ്യയുടെ തന്നെ 54% തമ്മിൽ കുറച്ചപ്പോ 432 കിട്ടിയിട്ടുണ്ട്. ഈ സംഖ്യ ഏതാണെന്ന് നമുക്കറിയില്ല. പക്ഷെ സംഖ്യയുടെ 55% നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സംഖ്യ ഒന്നും അറിയില്ലാത്ത അൺനോൺ ഫിഗറിന് നമ്മൾ എപ്പോഴും എക്സ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. എക്സ് എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്ഷരം കൊടുക്കാം. ഏത് ആൽഫബറ്റ് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. 72% ഓഫ് എ നമ്പർ, അതായത് 72% ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72% നമ്മൾ എങ്ങനെ എഴുതും? പെർസെന്റേജ് 72/100. അതെ, 72/100 ആണ്. ഓഫ് എ നമ്പർ, ആ നമ്പർ നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് 72% ഓഫ് എക്സ് എന്ന് നമുക്ക് കൊടുക്കാം. അപ്പൊ 72/100 ഇൻറ്റു എക്സ് 72x/100. ഇതും മറ്റൊരു സംഖ്യയുടെ മറ്റൊരു സംഖ്യയല്ല, അതേ സംഖ്യയുടെ തന്നെ മറ്റൊരു പെർസെന്റേജ് ആണ് തന്നേക്കണേ. അതായത് 54%. അത് എത്രയാണെന്നാ പറഞ്ഞേക്കണത്? ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 402. അതായത് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമ്മളൊരു മാത്തമാറ്റിക്കൽ സെന്റൻസ് ആണ് ഇപ്പൊ ഫോം ചെയ്ത് വെച്ചേക്കണേ. ഡിഫറൻസ് ബിറ്റ്വീൻ 72% of a number and 52% of a number gives 432 എന്ന് പറയുന്ന ആ ഇംഗ്ലീഷിലെ സ്റ്റേറ്റ്മെന്റിന് നമ്മളൊരു മാത്തമാറ്റിക്കൽ സെന്റൻസ് ആക്കി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 72x/100 മൈനസ് 54x/100 ഈക്വൽ ടു 432. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അംശം കൊണ്ട് കുറയ്ക്കാം. 72ന്ന് 54 അങ്ങോട്ട് കുറയ്ക്കാം. അപ്പൊ എത്ര കിട്ടും? 18. എക്സും എക്സും കുറയ്ക്കാൻ പറ്റില്ല. എക്സ് ഒരെണ്ണം അങ്ങനെ തന്നെ എഴുതണം. 18x/100 കിട്ടും. 100 നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. ഡിനോമിനേറ്റർ കുറയ്ക്കാനൊന്നും പാടില്ല കേട്ടോ. 100ന്ന് 100 കുറച്ച് 0 ഒന്നും എഴുതി വെക്കരുത്. അപ്പൊ 18x/100 സമം 432. ഓക്കെ, ഇതുവരെ ക്ലിയർ ആയോ? ഇനി നമ്മൾ എന്താ ചെയ്യുക? അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യണ്ടേ? നമുക്ക് എക്സിന്റെ വില കണ്ടുപിടിക്കണം. ആ സംഖ്യ ഏതാന്ന് അറിഞ്ഞാൽ ആ സംഖ്യയുടെ 55% കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സംഖ്യയാണ് നമ്മൾ കൊടുത്തേക്കണേ, ഇത് എക്സ് എന്നും പറഞ്ഞു കൊടുത്തേക്കുന്നത്. അപ്പൊ ആ സംഖ്യ കാണണമെങ്കിൽ സംഖ്യ അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള സംഖ്യയൊക്കെ നമുക്ക് ആ എക്സ് എന്ന് പറയുന്ന സാധനം അവിടെ നിർത്തിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അല്ലെ? അപ്പൊ /100 എന്ന് പറയുന്നത് ഇപ്പുറത്തേക്ക് വരുമ്പോ എന്താകും? ഇൻറ്റു 100 ആകും. ഇൻറ്റു എക്സ് പറഞ്ഞ എക്സിന്റെ കൂടെ ഇൻറ്റു ചെയ്യേണ്ട ഒരു സംഖ്യ അവിടെ കിടക്കണ്ട. അതെന്താകും? ബൈ ആകും. അപ്പം പിന്നെ അങ്ങനെയാണെങ്കിൽ എക്സ് കാണാൻ എന്ത് ചെയ്യണം? 432നെ ഇൻറ്റു ആകേണ്ട 18 ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഈ ക്രിയയാണ് ചെയ്തത്. അത് ഒറ്റയടിക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നേരം ആ ഒരു സ്റ്റെപ്പ് ഞാൻ എഴുതാഞ്ഞത് 2 0 ഇട്ട് കൊടുക്കുമ്പോൾ 100 കൊണ്ട് കുടിക്കുന്നതിന് ഈക്വൽ ആയല്ലോ. അതുകൊണ്ടാണ് ഇവിടെ 18 കറക്റ്റ് ആയിട്ട് 432 ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്ര പ്രാവശ്യം പോകും? 24 പ്രാവശ്യം പോകും. 24 ടൈംസ്. അപ്പൊ 24 × 100 എത്ര കിട്ടി?
2400 സംഖ്യ. സംഖ്യ കിട്ടി. ഇപ്പൊ നമുക്ക് 2400. നമ്മളോട് സംഖ്യ കാണാനല്ല പറഞ്ഞേക്കുന്നത്, സംഖ്യയുടെ 55% കാണാൻ. സോ 55/100 നമ്മൾ ചെയ്യണം. സംഖ്യയുടെ മറ്റൊരു ശതമാനമാണ് കാണണ്ടേ. 0 വെട്ടിക്കളയാം. 24നെ 55 കൊണ്ട് ഗുണിച്ചിട്ട് ആ ആൻസർ നമുക്ക് എഴുതാം. കിട്ടിയോ? അപ്പൊ അടുത്ത ദിവസം തുടങ്ങി ആരാ? ഷമീർ അല്ലല്ലോ, എന്താ പ്രൊനൗൺസ് ചെയ്യാത് പറഞ്ഞ്? SHEMER. ഷമീർ. അപ്പൊ നോട്ട് തലേദിവസം തന്നെ എഴുതിയെടുത്തിട്ട് ക്ലാസ്സിൽ ഇരിക്കാട്ടോ. അല്ലെങ്കിൽ നമുക്ക് കൂടി നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാൻ അങ്ങോട്ട് നമുക്ക് സമയം കിട്ടില്ല. അപ്പൊ നേരത്തെ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കതൊന്ന് വായിച്ചു നോക്കി ഇരിക്കാം, ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമുക്ക് അത് ഡിക്റ്റേറ്റ് ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മൾ ആൻസർ ഇവിടെ ചെയ്യിപ്പിക്കുമ്പോൾ സോൾവ് ചെയ്യുമ്പോ അപ്പൊ ഒപ്പം പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതി വന്ന് പിന്നെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി വരുമ്പോഴേക്കും ആയിരിക്കും ചിലപ്പോൾ നമ്മളെല്ലാവരുടെയും കയ്യിൽ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഇതിലാണ് നമ്മൾ പോണത്, അത്രയും ആ സ്പീഡില്. മനസ്സിലായോ? അപ്പൊ അത് നമ്മളുടെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണ്. കുഴപ്പമില്ല, അടുത്ത ദിവസം തുടങ്ങി അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടാ. നമ്മളിപ്പോ 5ാമത്തെ ക്വസ്റ്റ്യൻ വരെ ചെയ്തോളൂ. നേരത്തെ ഉള്ളൊരു 5-6 ക്വസ്റ്റ്യൻ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കി. അതുകൂടി ചെയ്ത കാരണമാണ് ഞാൻ അത് അത്രയും ഉണ്ടെന്ന് വിചാരിച്ചതുമില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ളതൊന്ന് എഴുതിയെടുക്കണേ. ഇന്ന് തന്നെ ക്ലാസ് കയറിയിട്ട് അതൊന്ന് എഴുതിയെടുക്കുക. ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അടുത്ത ദിവസം കാണാം. താങ്ക് യു മിസ്. ഓക്കെ, ബൈ. താങ്ക് യു. Okay, thank you. Bye.